ഒരു സമയമാണ്. ഇന്ന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏകദേശം നമ്മുടെ കമ്പനി ഒരു ദുബായ് ട്രിപ്പ് വെച്ച് 92 പേര് ഇന്ന് എന്താ പറയാ നമ്മുടെ ഓഫീസിൽ ഒരു സ്വീകരണവും, ഓഫീസിൽ നിന്ന് 2 സ്കാനിയ ബസ്സിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്നു. ഇന്ന് നാളെ പുലർച്ചെ ദുബായിലേക്ക് പറക്കുന്ന ഒരു ദിവസത്തിന്റെ അതിന്റെ ആ പ്രധാന കാര്യങ്ങൾ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പൊ എത്രയും മനോഹരമാണ് ഫിജി കാട്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിജി കാട്ടിൽ വന്നതിന്റെ പേരിൽ മാത്രം ഇതുവരെ കാറിൽ എന്താ പറയാ യാത്ര ചെയ്യാത്ത ഒരു കുട്ടി ആ ട്രിപ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. കാറിൽ യാത്ര ചെയ്യുന്നു, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫയിൽ കയറാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അപ്പൊ അപ്രകാരത്തിൽ ഇന്ന് ആർക്കും വിജയിക്കാവുന്ന ഒരു പ്രൊജക്ട് ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് സുഹൃത്തെ ഫിജിക്കാട്ട്.com എന്ന് പറയുന്നത്. എന്ന് ആലോചിച്ചു, ഇത്രയും ലളിതമായി ഒരു ബിസിനസ് വിജയിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും വിജയിക്കാം എന്നുള്ളതാണ്. ഞാനും നിങ്ങളുമാരി തന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് 2018 ജൂലൈ മാസം 25-ാം തീയതിയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വരുന്നത്. കാരണം ആ ഡേറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. തോമസ് എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ എടുത്ത തീരുമാനം അത് നീതി പുലർത്തിയ ഒരു ദിവസമാണ് ജൂലൈ എന്ന് പറയാ ആ 18 എന്ന് പറയുന്ന ആ ഒരു ദിവസം എന്ന് പറയുന്നത് 2018 ജൂലൈ 25 എന്ന് പറയുന്ന ആ 25 എന്ന് പറയുന്ന ആ ഒരു ദിവസം. കാരണം ജീവിതത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടും അതില് 100% നീതി പുലർത്താതെ അന്ന് ഈ ഒരു പ്രോജക്റ്റ് എന്നോട് ആദ്യമായി പറഞ്ഞത് ഡോക്ടർ ബോബി ചെമ്മണ്ണൂരാണ്. അപ്പൊ ബോബി സാറാണ് എന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിയത്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞു. തൃശ്ശൂർ കാസിനോ ഹോട്ടലിൽ വെച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ് അദ്ദേഹം എന്നോട് പറയുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷനുകൾ എന്റെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ നിങ്ങൾ ഈ ബിസിനസ്സിൽ ആദ്യമായി കേൾക്കാൻ വന്നിരിക്കുന്ന ആളുകളും ഇന്ന് ഈ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കും. അപ്പോ എന്താ പറയാ ഈ പ്ലാൻ പറഞ്ഞ വ്യക്തി നമുക്കറിയാം ഡോക്ടർ ക്രിസ്റ്റിയാണ്. ക്രിസ്റ്റി ഡോക്ടറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം തന്നെ പറയണ്ടായി 2 MD 3 PhD ഒക്കെ എടുത്ത ഒരു മഹത്തായ വ്യക്തിത്വമാണ്. 1.5 ലക്ഷം രൂപ മാസ സാലറിയുള്ള മനുഷ്യനാണ്. ഈ ഒരു BOP പ്രസന്റേഷനിൽ അദ്ദേഹത്തിന്റെ ഒരു 5-6 ആളുകൾ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നലെ കട്ടപ്പനയിൽ നിന്ന് വണ്ടി കയറി ഇവിടെ വന്നവരാണ്. ആ വ്യക്തി നമ്മുടെ മുന്നിൽ ഈ ഒരു ബിസിനസ്മാൻ പറയാണ്. ഒന്ന് ആലോചിച്ചോളൂ, ഈ ബിസിനസിന്റെ ഒരു മൂല്യം എത്രയാണ്. അത് കേട്ടിട്ടും നമ്മളിൽ പല ആളുകളിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് ശരിയാണോ, സത്യമാണോ, ഇതൊക്കെ നടക്കുമോ, എങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലുകൾ ഒരു പക്ഷെ നമ്മുടെ ഉള്ളിനുള്ളിൽ ഉണ്ടായിരിക്കാം. എന്നോട് ഈ ബിസിനസ് സാർ പറയുന്ന സമയത്ത് തൃശ്ശൂർ കാസിനോ ഹോട്ടലിന്റെ ജൂപ്പിറ്റർ ഹോൾ എന്ന് പറയുന്ന ഒരു ബോർഡ് റൂമിൽ ഇരുന്നുകൊണ്ട് ഈ